സംബന്ധിച്ച് ഇന്നലെ പ്രതിപക്ഷ നേതാക്കളും പറഞ്ഞത് ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. കാരണം അത് സർക്കാരിന് ബഡ്ജറ്റല്ല, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ നടപ്പിലാക്കാനല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. നന്നായി. അത് പിന്നെ അവര് പ്രതിപക്ഷത്തിന്റെ റോൾ അതാണല്ലോ. ഞാനപ്പോ കഴിഞ്ഞ തവണത്തെ ചെന്നിത്തലയുടെ പ്രതികരണത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്. നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളാരും എടുക്കാത്തതുകൊണ്ടായിരിക്കും. ബഡായി ബജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറയാണ്, ബഡായി ബജറ്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ലെന്ന് ഉറപ്പായതോടെ അപ്രായോഗിക ബജറ്റുമായി ഐസക്. ഇതാണ് അന്നത്തെ തലക്കെട്ട്. നിങ്ങളുടെ ഫയലിൽ നോക്കിയാൽ തന്നെ കാണാം. ഇതാണ് അന്ന് പറഞ്ഞത്. അതിന്റെ ഒരു തനിയാവർത്തനം ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്നുള്ളൂ. ഇത് നോക്കുമ്പോൾ ഈ ബജറ്റുകളുടെ തുടർച്ച കാണും. കഴിഞ്ഞ 5 വർഷവും അതിന് മുമ്പുള്ള 5 വർഷവും അത് ഘട്ടം ഘട്ടമായി നവകേരളം തുടങ്ങി ഇപ്പോൾ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ സഹായകരമാകുന്ന ഒരു ദീർഘവീക്ഷണത്തോടുള്ള ബജറ്റിന്റെ ഒരു പ്രത്യേക ഘട്ടമാണ് ഇത്തവണ അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റ് എന്നുള്ളത്. എല്ലാ മേഖലയും, ക്ഷേമം മാത്രമല്ല, ക്ഷേമ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ ഗിഗ് വർക്കേഴ്സിന് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ സംവിധാനം. അങ്ങനെ പുതുതായി സർക്കാർ ചേർത്ത് പിടിക്കേണ്ട വിഭാഗങ്ങളെ കൂടി ചേർത്ത് പിടിക്കുന്നു. അതോടൊപ്പം തന്നെ ദീർഘകാല ലക്ഷ്യത്തോടു കൂടി വ്യവസായ മേഖലയിൽ, ഉൽപാദന മേഖലയിൽ നിക്ഷേപം നടത്തുന്ന വളരെ നല്ല രീതിയിലുള്ള ഒരു ബജറ്റായിട്ടാണ് ഇതിനെ കാണേണ്ടത്. സ്വാഭാവികമായിട്ടും ഈ ബജറ്റിനനുസരിച്ചുള്ള മാറ്റം വേണം. ഇപ്പൊ അവർ പറയുന്നത് ബജറ്റിന്റെ ഉള്ളടക്കം മോശമാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇദ്ദേഹം പറഞ്ഞ പോലെ നടപ്പാക്കാൻ പറ്റുന്നില്ല, ഉത്തരവാദിത്വം എടുത്ത. അപ്പൊ ഒരു കാര്യം ഓർപ്പിച്ചാൽ മതി, ഈ ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് തന്നെ വീണ്ടും വരേണ്ടതുണ്ട്. ഇത്രേ ഉള്ളൂ. ആ ഗവൺമെന്റ് ആകുമ്പോൾ പൂർണ്ണമായിട്ട് തന്നെ ഇത് നടപ്പിലാക്കാനായിട്ട് കഴിയും. നേരെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലം, ഇത്തരം വളർച്ചയെ തിരിച്ചു കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് തന്നെ ജനങ്ങൾ വിലയിരുത്തുകയും ചെയ്യും. അതിനുള്ള സ്വയം പ്രതികരണമായിട്ട് അവരുടെ കണ്ടാൽ മതി.